ഹായ് ഹലോ നല്ലൊരു നാടൻ ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടൻ രീതിയിൽ അയില എങ്ങനെ വറ്റിക്കാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അയിലയാണ് അയിലയിലേക്ക് അത് നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നമ്മൾ മീനുടഞ്ഞു പോകാത്ത വിധം ഇതിലേക്ക് നല്ലോണം തേച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. നല്ലൊരു നാടൻ റെസിപ്പിയാണ്. നാടൻ രീതിയിൽ ഇത്തിരി സ്പൈസി ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു തക്കാളി എന്നിവ അരിഞ്ഞത്. നന്നായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തക്കാളിയിൽ ജ്യൂസി ആക്കിയിട്ട് അതിൽ ആ ജ്യൂസ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. തക്കാളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലോണം ഉടച്ച ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിലേക്ക് ഇത് ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു വായിലെടുത്ത് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് മീൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കുക. ഫിഷ് അതിനടിയിൽ പിടിക്കാതിരിക്കാനും നല്ല ഒരു വായിലയുടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത്. മീൻ ഇങ്ങനെ നല്ലപോലെ അടുക്കി വെച്ച ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടി ഒഴിക്കുക. അല്ലാത്തവർക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഇട്ടിച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് വെള്ളം വറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാം. നല്ലപോലെ എല്ലായിടത്തും ഒരു ഗ്രേവി എത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് തിളച്ച് വറ്റാറായ ശേഷം കൂടെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അത് ഇറക്കി വയ്ക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.